ടീനേജ് പ്രായത്തിൽ തന്നെ അത്യാവശ്യം പൈസ ഏൺ ചെയ്യണം, ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം, സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ യൂസ് ചെയ്യണം, ആൻഡ് കഴിയുമെങ്കിൽ ഫാമിലിയെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ളത് ഏതൊരു ടീനേജറിൻ്റെയും ഡ്രീം ആയിരിക്കും അല്ലേ. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ +1 പഠിക്കുന്ന സമയം മുതൽ ചെറിയ ചെറിയ ഏണിംഗ് ആപ്സിലൂടെ കുറച്ചൊക്കെ പൈസ ഏൺ ചെയ്തിരുന്നു. ദെൻ +2 കഴിഞ്ഞ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള പൈസ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു മില്യണെയർ ഒന്നും ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ ആം മേക്കിംഗ് ഗുഡ് എമൗണ്ട് ഓഫ് മണി. എനിക്ക് ആരെയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഫോർ മൈ സെൽഫ്. സോ നിങ്ങൾക്കും അതിന് പറ്റും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടീനേജ് പ്രായത്തിൽ തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഒരിക്കലും ഒരു സ്പെസിഫിക് കരിയറിനെ പറ്റി പറയുന്നതല്ല, മറിച്ച് കുറച്ച് ജനറൽ ആയിട്ടുള്ള ടിപ്സാണ്. ഓക്കെ, സോ നമ്പർ 1, സ്റ്റാർട്ട് ഏർലി. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ +2 കഴിയട്ടെ, ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ എന്നൊക്കെയുള്ള എക്സ്ക്യൂസസ് ഒഴിവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എത്ര ചെറിയ പ്രായത്തിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് പണക്കാരനാവാൻ പറ്റും. ഇപ്പോൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെയൊക്കെ നോക്കിയാൽ മെജോറിറ്റി ആളുകളും വളരെ യങ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തവരാണ്. ഫോർ എക്സാമ്പിൾ മാർക്ക് സക്കർബർഗ് തൻ്റെ 19-ാം വയസ്സിലാണ് ഫേസ്ബുക്ക് ഫൗണ്ട് ചെയ്യുന്നത്. സോ മാക്സിമം നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ കൂടുതൽ ടൈം കിട്ടും, മിസ്റ്റേക്സ് ചെയ്യാൻ കുറേ കൂടി ഫ്രീഡം ഉണ്ടാവും, ആൻഡ് നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യാനും പറ്റും. നമ്പർ 2, സെറ്റ് ക്ലിയർ ഗോൾസ്. നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ വേണം എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് ആൻഡ് എങ്ങനെ അത് അച്ചീവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള, മെഷറബിൾ ആയിട്ടുള്ള ആൻഡ് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്യൂച്ചർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അത് ജസ്റ്റ് എഴുതി വയ്ക്കാം ആൻഡ് നിങ്ങളുടെ പ്രോഗ്രസ് ഡെയിലി ട്രാക്ക് ചെയ്യുക. സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്. നമ്പർ 3, ഡെവലപ്പ് എ മാർക്കറ്റബിൾ സ്കിൽ. പൈസ ഉണ്ടാക്കണമെങ്കിൽ ദെൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വാല്യബിൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. സോ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്കില്ല് കണ്ടെത്തുക ആൻഡ് ദെൻ എവറി സിംഗിൾ ഡേ വർക്ക് ഓൺ ഇറ്റ്. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ആൻഡ് ഇതെന്തും ആവാം, കോഡിംഗ് ആവാം, ഗ്രാഫിക് ഡിസൈനിങ് ആവാം, റൈറ്റിംഗ് ആവാം, പബ്ലിക് സ്പീക്കിംഗ് ആവാം, ഇൻവെസ്റ്റിംഗ് ആവാം, വാട്ട് എവർ. നിങ്ങൾ എത്രത്തോളം സ്പെഷ്യലൈസ് ചെയ്യുന്നോ, എത്രത്തോളം ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള സ്കില്ലാണോ അത്രത്തോളം നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമ്പർ 4, ബിൽഡ് എ സ്ട്രോങ് വർക്ക് എത്തിക്. പണക്കാരനാവുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൈസ ഏൺ ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടൊരു കാര്യം അല്ല. അതിനൊരുപാട് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ആവശ്യമാണ്. അതിന് വേണ്ട സമയവും എഫേർട്ടും നിങ്ങൾ ഇടേണ്ടി വരും. ഒരുപാട് ചലഞ്ചസ് വരും, ബട്ട് ഡോണ്ട് സ്റ്റോപ്പ്. ആദ്യമൊക്കെ 0 റിസൾട്ട് ആയിരിക്കും, ബട്ട് ഡോണ്ട് സ്റ്റോപ്പ്. ഒരു സ്ട്രോങ് വർക്ക് എത്തിക് ഡെവലപ്പ് ചെയ്യുക, ടൈം സ്കെഡ്യൂൾ ചെയ്യുക, ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക ആൻഡ് സ്റ്റേ ഡിസിപ്ലിൻഡ്. നമ്പർ 5, ഫൈൻഡ് എ മെൻറ്റർ. നല്ലൊരു മെൻറ്ററിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അത് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ഏത് ലെവലിൽ എത്തണം എന്നാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിൽ ഓൾറെഡി എത്തിയിട്ടുള്ളവരെ നിങ്ങൾ കണ്ടെത്താം ആൻഡ് അവരുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കുക, ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് പറയാം. ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. നമ്പർ 6, സേവ് ആൻഡ് ഇൻവെസ്റ്റ് വൈസ്ലി. സോ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ സേവ് ചെയ്യുകയും വേണം ആൻഡ് ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. ഓരോ മാസവും നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ചെറിയൊരു പോർഷൻ സേവ് ചെയ്യുക, അതൊരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുക ആൻഡ് അതേപോലെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം, ലൈക്ക് സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ് എക്സെട്ര. പക്ഷേ ആദ്യം നിങ്ങൾ അതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കുക, എന്നിട്ടൊരു തീരുമാനത്തിലെത്തുക ആൻഡ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഏർലി ആസ് പോസിബിൾ. നമ്പർ 7, അവോയ്ഡ് ഡെപ്റ്റ്. നെക്സ്റ്റ് കാര്യം കടമാണ്. നിങ്ങൾ മാക്സിമം കടം വാങ്ങിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു ഒബ്സ്റ്റാക്കിളാണ്. ചുമ്മാ ആവശ്യമില്ലാതെ കടം വാങ്ങിക്കുന്നത് അവോയ്ഡ് ചെയ്യാം. ഇപ്പോൾ പല ആപ്ലിക്കേഷൻസും വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാതെ അതിലൊന്നും കയറി കൊടുക്കരുത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ഇതേപോലെ ഒരു ആപ്പിൽ നിന്ന് 1000 രൂപ ലോൺ എടുത്തു. പിന്നെ അത് കറക്റ്റ് ടൈമിൽ അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ അടയ്ക്കേണ്ട തുക 2000 ആണ്. എടുത്തതിൻ്റെ ഡബിൾ തിരിച്ചടയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാതെ കടം വാങ്ങരുത്. ആൻഡ് അതേപോലെ ഓൾവേസ് ലീവ് ബിലോ യുവർ മീൻസ്. ഉണ്ടാക്കുന്നതിനേക്കാൾ കുറവ് പൈസ സ്പെൻഡ് ചെയ്യുക. 10,000 രൂപ മാസം സാലറി വാങ്ങുന്ന ആൾ 1 ലക്ഷത്തിൻ്റെ ഐഫോൺ ഒന്നും എടുക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഇൻകം കൂട്ടാൻ നോക്കുക, അതിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ എക്സ്പെൻസും കൂട്ടുക. ഓക്കെ. ആൻഡ് നമ്പർ 8, സ്റ്റാർട്ട് എ ബിസിനസ്. നിങ്ങൾക്ക് നല്ലൊരു സ്കില്ലുണ്ട് ആൻഡ് ഓൺട്രപ്രണർഷിപ്പിനോട് ഒരു പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്യുക, ദെൻ അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഇനീഷ്യലി അത് ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി ആൻഡ് ദെൻ അത് വളർത്തിയെടുക്കുക. നമ്പർ 9, നെറ്റ്വർക്ക്. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല നല്ല ആളുകളുമായിട്ട് കോൺടാക്റ്റ് ബിൽഡ് ചെയ്യുക ആൻഡ് ഒരുപാട് ഇവൻറ്റ്സ് വരും, പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്, ഇതിലൊക്കെ ജോയിൻ ചെയ്യുക. അങ്ങനെ അഡ്വാൻസ്ഡ് ലെവലിൽ നിൽക്കുന്ന ആളുകളുമായിട്ടൊക്കെ കോൺടാക്റ്റ് ബിൽഡ് ചെയ്യുക. അതൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും ആൻഡ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാം.
നമ്പർ 10, സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് പെർസിസ്റ്റൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, പണക്കാരനാവുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അതിനൊരുപാട് സമയവും എഫേർട്ടും പെർസിസ്റ്റൻസും ഒക്കെ ആവശ്യമാണ്. നിങ്ങളുടെ ഒപ്പമുള്ളവരൊക്കെ എൻജോയ് ചെയ്ത് അടിച്ചുപൊളിച്ച് നടക്കുമ്പോഴും നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഒരുപാട് ഇൻസൾട്ടും ഫെയിലിയേഴ്സും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് സ്റ്റേ പെർസിസ്റ്റൻറ്റ്. സോ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദെൻ അതൊരു വലിയ തെളിവാണ് നിങ്ങളുടെ ഉള്ളിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രോങ് ഡ്രീം ഉണ്ട് എന്നുള്ളത്. ആൻഡ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. ഐ ബിലീവ് ഇൻ യു. സോ ഇതുപോലെ ഫൈനാൻഷ്യൽ ടിപ്സൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് വീഡിയോസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.